പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങിൽ നിന്നും അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ തന്ന് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Bye.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ വത്സലപുത്രനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൂടി ചൂട് നിൽക്കുന്ന സഭയിൽ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവ്വജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്ന ഭരണവിസ്മരണായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് അങ്ങ് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും നിയമാവർത്തനം പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 11 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുകയും ഇന്ന് നിങ്ങൾ ഓർക്കുകയും ഇനിയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണ നടപടികളും അവിടുത്തെ മഹത്വവും ശക്തമായ കരം നീട്ടി ഈജിപ്തിൽ വച്ച് അവിടുത്തെ രാജാവായ ഫറവോയ്ക്ക് അവൻ്റെ രാജ്യത്തിനു മീതെ മതിരായി അവിടുന്ന് പ്രവചിച്ച
പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഈജിപ്തുകാരുടെ സൈന്യത്തോട് അവരുടെ കുതിരകളോടും രഥങ്ങളോടും പ്രവർത്തിച്ചത് അവൻ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവർ നിങ്ങളെ ചെങ്കടലിൻ്റെ വെള്ളം കൊണ്ട് അവനെ മൂടിയത് ഈ ദിവസം വരെ കർത്താവ് അവരെ നശിപ്പിച്ചത് നിങ്ങൾ അവിടെ എത്തുന്നതുവരെ മരുഭൂമിയിൽ വച്ച് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവ റൂബന്റെ മകൻ ഏലിയാവിൻ്റെ മക്കളായ ദാത്താനോടും അബിറാമിനോടും അവിടുന്ന് ചെയ്തവ ഇസ്രായേലിൻ്റെ മധ്യ വെച്ച് ഭൂമി പിളർന്ന് അവരുടെ കുടുംബങ്ങളോടും കൂടാരങ്ങളോടും മൃഗാദികളായ സകല സമ്പത്തോടു കൂടി വീഴുങ്ങിയത് ഇവയെല്ലാം നിങ്ങൾ ഓർക്കുവിൻ. ദൈവം ചെയ്തിട്ടുള്ള മഹനീയ കൃതജ്ഞതകളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവയാണല്ലോ. ഞാൻ ഇന്നു തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം. എങ്കിൽ മാത്രം നിങ്ങൾ ശക്തരാകുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരിൽ അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാൻ ഇടയാവുകയും ചെയ്യുകയുള്ളൂ. ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്നു. സഹോദരൻ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാസനിക്കുന്നു. മിശിഹായുടെ സുവിശേഷത്തെ പ്രതി ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണായികയാൽ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കദോനിയയിലേക്ക് പോയി. മിശിഹായിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയാഘോഷത്തിൽ നടത്തുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് മിശിഹായുടെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഗന്ധവും അപരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും. ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? ദൈവവചനം കച്ചവടം ചെയ്യുന്ന അനേകരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് വിശ്വസ്തരും ദൈവത്താൽ നിയുക്തരും ദൈവസന്നിധിയിൽ ഉള്ളവരുമെന്ന നിലയിൽ മിശിഹായിൽ ഞങ്ങൾ സംസാരിക്കുന്നു.
സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന സദൃശ്യം. ദിവസം 1 ദിനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ സന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ടവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചൊല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ടവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ടെന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചൊല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥരോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാറ് ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്ക് ഓരോ ദിനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെരുപെറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും പകലയുടെ അധ്വാനവും ചൂടും സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് നീ പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ നിനക്ക് കൊടുക്കാനാണ് എനിക്കിഷ്ടം. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പെൺപന്മാർ മുൻപന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. സ്നേഹമുള്ളവരെ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയാണ് സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത്. അർഹിക്കുന്നതിന് കൊടുക്കുന്നതാണ് നീതി. അർഹിക്കാത്തവർക്ക് കൊടുക്കുന്നവനാണ് ദൈവനീതി. അർഹിക്കാത്തടുത്ത് അല്ലെങ്കിൽ അർഹിക്കാത്തവന് കൊടുക്കുന്നതാണ് ദൈവനീതി എന്ന് ഈ ഉപമ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉപമ നമ്മൾ വായിച്ചു കേട്ടു. ഒരു മുന്തിരിത്തോട്ടം, അതിൻ്റെ യജമാനൻ അവൻ അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കും. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള വ്യാകുലതകൾ ആ മുന്തിരിത്തോട്ടം മനോഹരമായി പോറ്റി വളർത്തി നല്ല ഫലം പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു കർഷകൻ്റെ ഓർമ്മയാണത്. ആ യജമാനൻ നല്ല കർഷകനായിരുന്നു. പ്രഭാതത്തിലെ അവൻ ഉണർന്നിട്ട് ജോലിക്കാരെ വിളിക്കാൻ ചന്തസ്ഥലത്തേക്ക് പോകും. അങ്ങനെ പ്രഭാതത്തിൽ, അതായത് 6 മണിക്ക്, യഹൂദ നിയമമനുസരിച്ച് 6 മണിക്ക് അവൻ ചെന്നു ചന്തസ്ഥലത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു, എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്ന് ജോലി ചെയ്യാൻ 1 ദിനാറയാണ് കൂലി. കൃത്യമാണ്, എഗ്രിമെൻ്റാണ്. അവൻ ഒരു ഓഫർ കൊടുത്തു, അവരത് അക്സെപ്റ്റ് ചെയ്തു. ആ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യാൻ പോവുകയാണ്. 1 ദിനാറ എന്ന് പറഞ്ഞാൽ യഹൂദ മക്കൾക്ക് 1 ദിവസം ജീവിക്കാനുള്ള ജീവിത ചെലവിൻ്റെ ആകത്തുകയാണ് 1 ദിനാറ. അപ്പോൾ ഒരു മനുഷ്യന്
നല്ലതായി ജീവിക്കാൻ, മനോഹരമായി ജീവിക്കാൻ, ആഘോഷമായി ജീവിക്കാൻ 1 ദിനാറ് മതി അക്കാലത്ത്. അതുകൊണ്ട് തന്നെ മുന്തിരിത്തോട്ടത്തിൻ്റെ യജമാനൻ പറഞ്ഞു, 1 ദിനാറ് തരാം, ജോലിക്ക് വരാൻ കഴിയും, വരാം. 1 ദിനാറയ്ക്ക് സമ്മതം. എന്നിട്ട് അവരെയും കൊണ്ട് ജോലി സ്ഥലത്തേക്ക് പോയി ജോലി തുടർന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ, 6 മുതൽ 6 വരെ. ഈ യജമാനൻ 3-ാം മണിക്കൂറിൽ പുറത്തേക്ക് ഇറങ്ങി ചന്തസ്ഥലത്ത് ചെന്നു. 3-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 9 മണിയാണ്. യഹൂദ നിയമം അനുസരിച്ച് 9 മണിക്ക് ചന്തസ്ഥലത്ത് ചെന്നപ്പോൾ കുറെ പേര് വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ്. അവർ ജോലിക്ക് കാത്തുനിന്നു, ആരും വന്നു വിളിച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് യജമാനൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുക, ന്യായമായ വേതനം തരാം. 1 ദിനാർ എന്നവൻ പറഞ്ഞില്ല, ന്യായമായ വേതനം തരാം. സമ്മതിച്ചോ? സമ്മതിച്ചു. അങ്ങനെ 6 മണിക്ക് ചെന്നു. അത് 12 മണി നേരമാണ്. അപ്പോൾ 9 മണിക്ക് 12 മണിക്കും ചെന്നിട്ട് വിളിച്ചു, ന്യായമായ വേതനം തരാം. 6 മണിക്ക് വെളുപ്പിന് കണ്ടുമുട്ടിയവരോട് പറഞ്ഞു, 1 ദിനാർ തരാം. നിങ്ങളുടെ ജീവിതത്തിന്റെ 1 ദിവസത്തെ ചെലവിനുള്ള പൈസ തരാം. 1 ദിനാറയ്ക്ക് സമ്മതം. 9 മണിക്കും 12 മണിക്കും കണ്ടുമുട്ടിയവരോട് പറഞ്ഞു, ന്യായമായ വേതനം തരാം. വീണ്ടും യജമാനൻ 11-ാം മണിക്കൂറിലിറങ്ങി. ഏകദേശം 5 മണിയായി. 1 മണിക്കൂറും കൂടി ജോലിയുള്ളൂ. 6 മണി മുതൽ 6 മണി വരെയാണ് നിയമമനുസരിച്ചുള്ള ജോലി സമയം. 5 മണിക്ക് ചെന്നിട്ട് ചന്തയിൽ ചെന്നപ്പോൾ വീണ്ടും കുറച്ച് പേർ അലസരായി നിൽക്കുന്നു. പ്രഭാതം മുതൽ അവർ കാത്തു നിൽക്കുകയായിരിക്കും. അവരെ യജമാനൻ ആദ്യ മണിക്കൂറിലൊന്നും കണ്ടില്ല, 6 മണിക്കും കണ്ടില്ല, 9 മണിക്കും കണ്ടില്ല, 12 മണിക്കും കണ്ടില്ല. ഇതാ 5 മണിക്ക് അവർ നോക്കി നിൽക്കുകയാണ്, ചന്തയിൽ കാത്തു നിൽക്കുകയാണ്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് യജമാനൻ പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലാം. ഒന്നും പറഞ്ഞില്ല, ന്യായവും പറഞ്ഞില്ല, കരാറും ഉറപ്പിച്ചില്ല. 1 ദിനാർ എന്ന് പറഞ്ഞില്ല, ന്യായമായ വേതനം എന്ന് പറഞ്ഞില്ല. ചൊല്ലുക, അവിടെ പോയി പണിയെടുത്തുകൊള്ളുക, കണികൾ പൂട്ടുകയാണ്. യജമാനൻ 6 മണിക്ക് കാര്യസ്ഥനോട് പറഞ്ഞു, നീ പണസഞ്ചി കൊണ്ടുവാ. അവസാനം വന്നവന് തുടങ്ങി നീ കണക്ക് തീർക്കുക. കണക്ക് തീർക്കുമ്പോൾ അവസാനം വന്ന 11-ാം മണിക്കൂറിൽ വന്ന 5 മണിക്ക് വന്നവന്റെ കണ്ണുകളിലേക്ക് ആ യജമാനൻ നോക്കി. കുടുംബത്തിന്റെ പട്ടിണി കണ്ണുകളിൽ കണ്ടു. മക്കളുടെ ചങ്കെടുപ്പിന്റെ വേദന താളം തെറ്റുന്നത് ആ യജമാനൻ കണ്ടു. അവന്റെ കണ്ണ് നിറയുന്നത് അവൻ കണ്ടു. 1 മണിക്കൂറല്ലേ ജോലി ചെയ്തിട്ടുള്ളൂ. മക്കളുടെ ഫീസിനെ കുറിച്ചുള്ള ആകുലതയുണ്ടാകാം, വൈകുന്നേരം മേടിക്കുന്ന സാധനങ്ങളുടെ കണക്കിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ടാകാം, വാങ്ങാനുള്ള സ്വപ്നങ്ങളെ കുറിച്ച്, സാധനങ്ങളെ കുറിച്ചുള്ള ഒക്കെ ആ കണ്ണുകളിൽ ജീവിതത്തിന് ആവശ്യമായ കണക്ക് കൂട്ടുന്നത് കണ്ണ് സൃഷ്ടിച്ച തമ്പുരാന്റെ കണ്ണിൽ കണ്ടു. ആ യജമാനന്റെ കണ്ണിൽ കണ്ടു. യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞു, കൊടുക്ക് 1 ദിനാർ. 1 ദിനാർ എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായി 1 ദിവസം ജീവിക്കാനുള്ള വേതനത്തിന്റെ പേരാണ് 1 ദിനാർ. അതുകൊണ്ട് പറഞ്ഞു, 1 മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ എങ്കിലും ആ കുടുംബത്തിന്റെ പട്ടിണി, മക്കളുടെ ചങ്കെടുപ്പിന്റെ താളം, ഹൃദയത്തിന്റെ നോവ്, അവരുടെ കണ്ണിൽ നിറയുന്ന സങ്കടം, അതെല്ലാം കണ്ടിട്ട് ഈ യജമാനൻ ഉദാരമതിയാകുന്നു, അർഹിക്കാത്തത് കൊടുക്കുന്നു. തന്റെ പണസഞ്ചിയിൽ നിന്ന് കാരുണ്യത്തിന്റെ മിഴി തുറന്നവൻ, കണ്ണു തുറന്നവൻ പറഞ്ഞു, 1 ദിനാർ കൊടുക്ക്. സന്തോഷമായി അവരുടെ കണ്ണ് നിറയുന്നത്, സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിഞ്ഞു വീഴുന്നത് ആ യജമാനൻ കണ്ടു. കൺകുളർക്കെ കണ്ണടച്ച് അവർ പോയി. ഇനി വന്നവരാണ് 9 മണിക്ക് വന്നവർ, 12 മണിക്ക് വന്നവർ, രാവിലെ 6 മണിക്ക് വന്നവർ. യജമാനൻ പറഞ്ഞു, 9 മണിക്കും 12 മണിക്കുള്ളവർക്ക് കൂലി കൊടുത്തേക്ക്, ന്യായമായ വേതനം പോട്ടെ, സാരമല്ല, 1 ദിനാർ. അവരെയും സന്തോഷിപ്പിച്ച് യജമാനൻ വിടുന്നു. പരാതി പറഞ്ഞില്ല, അവരും കണക്ക് പറഞ്ഞില്ല, അവരും സന്തോഷമായി തിരിച്ചുപോയി. എന്നാൽ 6 മണിക്ക് ജോലിക്ക് വന്നവര് നോക്കി നിൽക്കുകയാണ്. മറ്റുള്ളവർക്ക് കൊടുത്ത ധനാറയിൽ കണ്ണുടക്കയിട്ട് മനസ്സിൽ ചിന്തിച്ചു കൂടുതൽ കിട്ടുമെന്ന ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ പണസഞ്ചി തുറന്ന് കാര്യസ്ഥരോട് പറഞ്ഞു, 1 ദിനാർ മതി, എഗ്രിമെന്റ് അനുസരിച്ച്, കരാർ അനുസരിച്ച് കൊടുത്തേക്ക്, അർഹിക്കുന്നത്
അർഹിക്കുന്നവന് കൊടുക്കുന്ന നീതിയുടെ ബാണ്ടക്കെട്ട് തുറന്നാണ് ആ 1 ദിനാറ കൊടുത്തത്. അയാൾ അത് കൊടുത്തിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അവർ പിറുപിറുക്കുകയാണ്. എങ്കിലും നീ കൊലച്ചതി ചെയ്തല്ലോ. അവസാനം വന്നവർക്ക് പോലും 1 ദിനാറ കൊടുത്ത നീ എന്ത് തൊഴിൽ നീതിയാണ് ചെയ്തത്? എന്ത് നീതിയാണ് ചെയ്യുന്നത്? എന്ത് സാമൂഹിക നീതിയാണ് ഇതിലുള്ളത്? യജമാനൻ കണ്ണുകൾ അടച്ചു. എന്നിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് അനീതിയാണ് ഞാൻ ചെയ്തത്? പറഞ്ഞതനുസരിച്ച് തന്നില്ലേ? കണക്കനുസരിച്ച് തന്നില്ലേ? എഗ്രിമെന്റ് പ്രകാരം തന്നില്ലേ? അവകാശപ്പെട്ട് മേടിച്ചത്, അവകാശപ്പെട്ടത് തന്നത്, അതുകൊണ്ട് പോയിക്കൊള്ളുക. തെറുവിറക്കേണ്ടതില്ല, കുറ്റം പറയേണ്ടതില്ല, വിമർശിക്കേണ്ടതില്ല. മറ്റവന്റെ കയ്യിലിരുന്ന ലാസ്റ്റ് വന്ന അവസാനം വന്ന 5 മണിക്ക് വന്ന അവരുടെ കൈകളിരിക്കുന്ന ധനാറയിലേക്ക് നോക്കേണ്ട കാര്യം നിനക്കില്ല. മറ്റൊരുവന്റെ ധനാറയിലേക്ക്, അവന്റെ പേഴ്സിലേക്ക് അവന് കൊടുക്കുന്ന കാരുണ്യത്തെ കുറ്റം പറയാൻ നിനക്ക് അവകാശമില്ല. ഗുഡ് ബൈ, പോയിക്കോ. യേശുവാരൻ കണക്ക് തീർത്തു. ഇവിടെ സുവിശേഷം ആരംഭിക്കുകയാണ്. 3 സന്ദേശം അതിലുണ്ട്. 1 ആത്മീയം, 2 സാമൂഹികം, 3 കാരുണ്യകം. ഒന്നാമത്തത് ആത്മീയമാണ്. കുരിശിൽ കിടന്ന് പ്രാണൻ പിടഞ്ഞ് മരിക്കുമ്പോൾ ഒരു കള്ളൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല കള്ളൻ എന്ന സുവിശേഷം അടയാളപ്പെടുത്തുന്നു. ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട്, എന്നെ കൂടി നീ ഓർക്കണമേ. ജീവിതം മുഴുവൻ മോഷ്ടിച്ചത് പരദീസായും കൂടി മോഷ്ടിച്ചു എന്നാണ് ഫുൾ ടെൻഷൻ പറയുക. കാരണം അവസാനത്തെ മണിക്കൂറിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവന് സ്വർഗം തുറന്നു കൊടുത്തിട്ട് യേശു പറയും, എത്ര സമയം നീ വേല ചെയ്തു എന്നല്ല, അളവും തൂക്കവും നോക്കിയില്ല, ദൈവത്തിന്റെ കരുണയിലും കൃപയിലുമാണ് നിത്യരക്ഷ എന്ന് അടയാളപ്പെടുത്തുന്ന ഉപമയാണ് മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ. സഭ പിറന്നു വീണ നിമിഷം മുതൽ, സഭ ആരംഭിച്ച നിമിഷം മുതൽ, സഭയുടെ പുലരി മുതൽ ജോലി ചെയ്ത മനുഷ്യരുണ്ട്, ക്രിസ്ത്യാനികളായി ജീവിച്ച മനുഷ്യരുണ്ട്, അവസാന മണിക്കൂറിൽ വന്ന് രക്ഷ പ്രാപിച്ച മനുഷ്യരുണ്ട്. അങ്ങനെ വന്ന ഏകോദരും വിജാതരും രക്ഷപ്പെടുന്നില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തോട് യേശു പറഞ്ഞ ഉപമയാണ്. എത്ര മണിക്കൂർ, എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ച കാലം ദൈവേഷ്ടപ്രകാരം ജീവിച്ചോ എന്നാണ്. ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ നോക്കുക എന്നാണ് യേശു സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുവിശേഷം തുറന്നു നോക്കിയാൽ 11-ാം മണിക്കൂറിൽ രക്ഷപ്പെട്ടവരുടെ കഥയാണ് സുവിശേഷം. നമുക്കറിയാം, 38 വർഷം തളർവാദ രോഗിയായി കിടന്നവന് 11-ാം മണിക്കൂറിലാണ്. മഗ്ദലേനക്കാരി സ്ത്രീ 11-ാം മണിക്കൂറിലാണ്. സഖേവൂസ് 11-ാം മണിക്കൂറിലാണ്. ജീവിതത്തിൽ ദൈവം സൗഖ്യത്തിന്റെ കരം സ്പർശനം നേടിയവരൊക്കെ 11-ാം മണിക്കൂറിൽ സൗഖ്യം കിട്ടിയവരാണ്. ലാസ്റ്റ് അവസാന നിമിഷം 11-ാം മണിക്കൂറിൽ വന്നവന് രക്ഷ പകർന്നു കൊടുത്തവന്റെ പേരാണ് ക്രിസ്തു. അതുകൊണ്ട് ആത്മീയമായി സുവിശേഷം നമ്മളോട് പറയും, നിങ്ങളുടെ ജീവിതം എപ്രകാരം തന്നിരിക്കുന്ന സമയത്ത് ജീവിച്ചു എന്ന് നോക്കിയാണ് ദൈവം കണക്ക് തീർക്കുക. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക മകനെ, മകളെ എന്നാണ് ഒന്നാമത്. രണ്ടാമത് സാമൂഹികമായൊരു മാനമുണ്ട്. ജോലി ചെയ്തവന് കണക്ക് തീർക്കുന്ന ക്രിസ്തു പറയും, ഒരാൾക്ക് കൂലി കൊടുക്കുന്നത് ജീവിതത്തിന് ആവശ്യമായത് മുഴുവൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന തമ്പുരാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി കുടുംബത്തിന്റെ പട്ടിണിയും പരിവട്ടവും ഹൃദയത്തിന്റെ താളവും തൊട്ടറിഞ്ഞ തമ്പുരാൻ പറയും, നിന്റെ സഹോദരന്റെ കണ്ണിലെ ഹൃദയത്തിന്റെ വേദന കാണാൻ നിന്റെ കണ്ണിൽ കാരുണ്യമുണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സുവിശേഷം വായിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ പേര് കരുണ എന്നാണ്, ദൈവത്തിന്റെ മുഖവും കരുണാമയമാണ്. അതുകൊണ്ട് സമ്പത്തിലും, അതുകൊണ്ട് ധനത്തിലുള്ള പങ്കുവെക്കലിലും, ആഗോളവൽക്കരണത്തിലും ഒന്നില്ലാതെ പോയി, സാഹോദര്യമില്ലാതെ പോയി. തൊട്ടടുത്തു നിൽക്കുന്ന തൊഴിലാളിയുടെ കണ്ണിലെ അല്ലെങ്കിൽ സഹോദരന്റെ കണ്ണില്, അവന്റെ കണ്ണിലെ വേദന, അവന്റെ ഹൃദയത്തിന്റെ സങ്കടം തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് നീ ദൈവത്തിന്റെ മകനാകുക, മകളാകുക. തൊട്ടടുത്തിരിക്കുന്നവന്റെ കണ്ണില് അവന്റെ വേദന, തൊട്ടടുത്തിരിക്കുന്നവന്റെ ഹൃദയത്തിന്റെ നെഞ്ചിടിപ്പിന്റെ താളം അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവത്തിന് ഇഷ്ടം. മൂന്നാമത് കാരുണ്യം. യേശു പറഞ്ഞു, ഞാൻ കരുണയാണ്, കരുണയുടെ കാഴ്ചപ്പാടാണ്.
സുവിശേഷം കരുണയുടെ ആഘോഷമാണ്. കരുണയുടെ നിറവ് അല്ലെങ്കിൽ നിറവ് നിലാവായി പങ്കുവെക്കുന്നതാണ് സുവിശേഷം എന്ന് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഇത് മൂന്നും കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് കണ്ണടച്ചാൽ നമ്മളോട് ക്രിസ്തു പറയും, നീയും 11-ാം മണിക്കൂറിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. കാരണം കുട്ടികളാണെങ്കിൽ പരീക്ഷയ്ക്ക് 10 ദിവസം കിട്ടിയാൽ 9 ദിവസവും കഴിഞ്ഞിട്ട് 10-ാം ദിവസം രാവിലെ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പള്ളിയിൽ വന്നിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പറയും 11-ാം മണിക്കൂറിലാണ്, അവസാനത്തെ മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നവരാണ് നാം. കണ്ണുകളടച്ച് നെഞ്ചിൽ തീയോടെ കണ്ണിൽ കണ്ണുനീരോടെ പറയും, കർത്താവെ ഓർമ്മയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, രക്ഷിക്കണമെന്ന്. അപ്പോഴും ഈശോ കരുണയുടെ കണ്ണ് തുറന്ന് പറയും, സാരില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വെച്ച് പഠിക്കാതിരിക്കണമെന്നല്ല, നമ്മുടെ 11-ാം മണിക്കൂറിലും രക്ഷപ്പെടുത്തുന്നവന്റെ പേരാണ് ക്രിസ്തു. 11-ാം മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നവരാണെന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ മേഖലകളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, നമ്മളൊക്കെ 11-ാം മണിക്കൂറിൽ വരുന്നവരാണ്. അതായത് ഒറ്റ മണിക്കൂറേ ഉള്ളൂ. ആ ഒറ്റ മണിക്കൂറിൽ നെഞ്ചിൽ തീയോടെ കണ്ണിൽ കണ്ണുനീരോടെ കേഴുന്നവന്റെ കണ്ണുനീരൊപ്പുന്നവന്റെ പേരാണ് ക്രിസ്തു. അതിന് ഒരു കാര്യം ചെയ്യണം, തൊട്ടടുത്തിരിക്കുന്നവന്റെ കണ്ണിലെ കണ്ണുനീരൊപ്പയാൻ ദൈവം വരും. നമ്മുടെ കണ്ണിലെ കണ്ണുനീരൊപ്പാനെന്ന് സുവിശേഷം അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മോട് പറയും ഒറ്റ കാര്യം, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഹൃദയവേദന അറിയാൻ കഴിയണം, അവർക്ക് കാരുണ്യം ചൊരിയാൻ കഴിയണം. ദൈവപുത്രന്റെ പേരും ദൈവത്തിൻ്റെ മുഖവും കരുണ എന്നാണ്. ഈ കരുണയുടെ ഭാവം ഉള്ളിലുണ്ടെങ്കിൽ കരുണാമനായ ദൈവം കരുണയോടെ നമ്മുടെ കുടുംബത്തെയും മക്കളെയും എന്നും പരിപാലിച്ചു കൊണ്ടിരിക്കും. ഒരപകടം കൂടാതെ നമ്മുടെ ജീവിതത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവന്റെ പേരാണ് ക്രിസ്തു. അവൻ്റെ കരുണയുടെ പാണ്ടക്കെട്ടിൽ കരുണ മാത്രമേ ഉള്ളൂ. ആ കരുണയുടെ പാണ്ടക്കെട്ട് തുറന്ന് കരുണ ചൊരിയുമ്പോൾ മറ്റുള്ളവൻ്റെ കയ്യിലിരിക്കുന്ന ധനാറയിലേക്ക് നോക്കാതെ ഉള്ളിൽ കയ്യിൽ തന്ന ധനാറയിലേക്ക് നോക്കിയിട്ട് മിഴിപൂട്ടി കാരുണ്യം ചൊരിയാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ കരുണാമയനോട് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കണ്ട് ഭീതി പൂണ്ട മത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങ് എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പൈസപിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയും മാർ ആന്റണി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും സഭാധ്യക്ഷരേവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായി, അങ്ങ് കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ അങ്ങയുടെ വലതു ഭാഗത്ത് തന്നെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അലസത കൊണ്ട് ഞാനും 11-ാം മണിക്കൂറിൽ പെടുന്നവരുടെ കൂട്ടത്തിലാണ്. കാത്തുകൊള്ളണമേ. ഒരു ധനാറയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എങ്കിലും കൈകളിൽ ഒരു ധനാറ തന്ന് എന്നെ സാന്ത്വനിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്ന കരുണാമയനാണ് നീ എന്ന് ഞാൻ തിരിച്ചറിയുന്നു.
11 മണിക്കൂറിൽ നിന്റെ മുമ്പിൽ വരുമ്പോഴും ഒരു ദിനാറ് നൽകി സ്നേഹം കൊണ്ട് പൊതിയുന്ന ആ സ്നേഹം എന്നും ഓർക്കുവാൻ കൃപ നൽകണമേ. നിന്റെ കരുണയിൽ ജീവിക്കുവാനുള്ള കാരുണ്യം തന്ന് എന്നെ നീ ആശീർവദിക്കണമേ. എൻ്റെ കുടുംബത്തെ നീ കാത്തുകൊള്ളണമേ. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ ആശീർവദിക്കണമേ. കാരുണ്യവാനായ കരുണാമയനെ നിന്റെ കരുണയിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള കാരുണ്യം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമേ. സകലത്തിന്റെയും നാഥായതയ്ക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകളെ കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാനനയും തിരസ്കരിക്കുകയും ചെയ്യട്ടെ. ഭഗവാനും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ സൃഷ്ടാവൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സൃഷ്ടികളാദനും ജനിച്ചവനും എന്നാൽ വിശ്വസിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരനായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ദൈവവും പിതാവിനോട് ദൈവസന്നിധിയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചിരിക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3 നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിന്റെ പിതാവായ ദൈവത്തിനോട് പാതിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും ശരീരിക്കുവാൻ വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ കൃപകളെ കുറിച്ച് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പ്രിയപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങൾ അർപ്പകരാകുവാൻ പാപികളാൽ ഞങ്ങളെ സ്നേഹാദ്രികത്താൽ യോഗ്യരാക്കി അവിടുന്ന് നൽകുന്ന ദിവദാനം ഉറച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെയും ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവിശ്വംശനായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സ്നേഹത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. കരുണാമയനെ അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. Oh,
അനുഗ്രഹിച്ചതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ സ്വയം മരണത്തിനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കാസയെടുത്തു കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ യോഗ്യക്കായി ചെയ്യുവേൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട്. വിശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും അധികാരിമാർ റോമിലെമാർ ഫ്രാൻസിസ് പപ്പാക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവ് രൂപതാധിഷ്ഠുമായ കർദ്രാൾമാർ ജോർജ് ശ്രേഷ്ഠപത്രാപനത്തിക്ക് വേണ്ടി മഹാരാജന്റെ മെത്രാപനത്തിക്ക് വേണ്ടി മറ്റെല്ലാ രൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടി മെത്രാന്മാർക്ക് വേണ്ടി പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി പുരോഹിതന്മാർ സമർപ്പിതമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മരധികാരികൾക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അമ്മകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ നിധിപൂർവ്വം ജീവിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും ക്ലേശത്തിനും ദുഃഖത്തിനും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശകളും കാത്തുകൊണ്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധന സമൂഹത്തിനു വേണ്ടിയും ദൈവമേ, വിശുദ്ധവരെയും സംബന്ധിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൂരദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ സമാധാനത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും ലോകമെമ്പാടും പകർച്ചവ്യാധി മൂലം ദുഃഖ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആദര ശുശ്രൂഷാരംഗത്ത് സമർപ്പണ ബുദ്ധിയോട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ ദൈവമായി പ്രത്യേകമാവിധം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന അവരുടെ എല്ലാവരുടെയും നിയമങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും മാധ്യസ്ഥം തന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും എന്നും എപ്പോഴും അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടിയും ദൈവകരുണയുടെ ആശീർവാദം നൽകി മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും എന്നും എപ്പോഴും അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും കാരുണ്യത്താലും സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയും ദൈവമേ, അങ്ങയുടെ കരുണയുള്ള കരങ്ങളിൽ അങ്ങയുടെ കാരുണ്യം യാചിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങൾക്കു വേണ്ടിയും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് എല്ലാവർക്കു വേണ്ടിയും ഈ കുർബാനകൾ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന ഈ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ഇപ്പോൾ അവിടുന്ന് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഇത് ഞങ്ങൾക്ക് എന്നും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വിയർപ്പരുടെ വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായുമായ തിരുനാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് അങ്ങ് ദയത്തോന്നിടമേ.
ഞങ്ങളുടെ കർത്താവിശോയെ അങ്ങയുടെ പരിശുദ്ധത്തിന് നാമത്തിനും സ്തുതിയും നാദനാങ്ങിക്കുന്നു ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ എപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല. പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിങ്ങളുടെ ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നിർമ്മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണവാനായ കർത്താവേ, അങ്ങയുടെ കരുണയും കൃപയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അപേക്ഷിക്കുന്നു. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ കർത്താവേ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോലെ നിന്നുള്ളം പാലിലുമായിടണം. അന്നു വീണ്ടും നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. തമ്മിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾക്ക് ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഞങ്ങളെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്ക് പാടി ശ്രമിക്കാം.
മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ അവരവരും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ത്രീവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമർപ്പിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ തിരുശരീര രക്തങ്ങളുടെ പരികർമ്മങ്ങൾ വഴി തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കുകാരാക്കിയ കർത്താവ് സഭയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും എന്നും എപ്പോഴും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ അഷ്ടധൈര്യരാകാതെ വിശ്വാസത്തെ പുറത്തെടുക്കുവാൻ അവിടുന്ന് തന്നെ കൃപ നൽകി നമ്മെ ആശീർവദിക്കട്ടെ. കർത്താവിന്റെ പരിപാലനയാൽ സംരക്ഷിക്കപ്പെടുന്നവരെ അവിടുന്ന് തന്നെ കാരുണ്യം നൽകി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എന്നും എപ്പോഴും വിശുദ്ധീകരിക്കട്ടെ. അവിടുത്തെ കരുണയാൽ നമ്മുടെ കുടുംബങ്ങളെ ദൈവം സംരക്ഷിക്കട്ടെ. നമ്മുടെ മേൽ അവിടുത്തെ കൃപാവരം ചെയ്യട്ടെ. അവിടുത്തെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ട നമ്മിൽ അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കട്ടെ. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രന്റെ കരുണയുടെ കരം നീട്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും മാധ്യസ്ഥം തന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ദൈവകരുണയുടെ ആശീർവാദവും അനുഗ്രഹവും നൽകി പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ കൃപയാലും കാരുണ്യത്താലും എന്നും എപ്പോഴും കാത്തു സംരക്ഷിച്ചു കൊള്ളണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്ഥേ. ഞങ്ങൾക്ക് വേണ്ടി
വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്